Hello, welcome back to ummees lifestyle. ഇന്ന് നമ്മൾ ഒരു ബാത്ത് പൗഡർ ആണ് സോപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ബാത്ത് പൗഡർ ആണ് നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ ഉള്ള അഴുക്കുകളൊക്കെ നീക്കാനും അതുപോലെ സ്മൂത്ത് ആവാനും പറ്റിയ നല്ലൊരു ബാത്ത് പൗഡർ ആണ് ട്ടോ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാനും പറ്റും നമുക്കിത് ബോട്ടിലുകളിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ബാത്ത് പൗഡർ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക സോപ്പിനെക്കാട്ടിയും ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെയധികം ഹാംഫുൾ ആണല്ലോ എല്ലാവർക്കും അറിയാം കെമിക്കൽസ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബാത്ത് പൗഡർ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പേടി കൂടാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നാലൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ ഈ ഒരു ബാത്ത് പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇത് പ്രിപ്പയർ ചെയ്താലോ അപ്പോൾ ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കിത് പൗഡറാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഉഴുന്ന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് സ്പൂണാണോ ഉപയോഗിക്കുന്നത് ആ സ്പൂണിൻ്റെ കണക്കിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയറിൻ്റെ പൊടിയാണ് ചെറുപയർ പൊടി നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ വളരെ നല്ലതാണ് അതുപോലെ ഉഴുന്ന് നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്താക്കും ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഉഴുന്നിൻ്റെ പൗഡർ ഫേസിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ലതാട്ടോ അതുപോലെ ഞാനിവിടെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയും സ്കിന്ന് സ്മൂത്ത് ആവാനും നമ്മുടെ ഹെയറിനൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ബ്യൂട്ടി ബെനിഫിറ്റ്സും ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പരിപ്പാണ് പരിപ്പ് സ്കിൻ ബ്രൈറ്റൻ ആവാനൊരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമുക്ക് വെറുതെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തിളങ്ങും നല്ല കളർ വരും പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓട്സ് പൗഡറാണ് ഓട്സ് പൗഡർ ഹെൽത്തി ആണ് അതുപോലെ തന്നെ ഒരുപാട് ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഉള്ളതാണ് നമുക്ക് ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാൻ അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ റാഗി പൗഡറാണ് റാഗി പൗഡർ റാഗി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ റോ ആയിട്ടുള്ള അവിടെ പൗഡർ ഉള്ളതുകൊണ്ട് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല പൗഡറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ബോഡിയിലൊന്നും കുറച്ച് തരികളൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഫേസിലൊക്കെ നമ്മൾ ഫേസ് വാഷായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഫേസിലധികം പിന്നെ തരിയുള്ളതാകുമ്പോഴേ നമുക്ക് സ്ക്രബിൻ്റെ എഫക്റ്റ് വരുമല്ലോ അപ്പോൾ അങ്ങനെ ഡെയിലി സ്ക്രബ് ചെയ്യുന്ന ഫേസിന് നല്ലതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് നന്നായിട്ട് ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമുക്ക് കുളിക്കുമ്പോൾ യൂസ് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇത് ബോട്ടിലുകളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ബാത്റൂമിലൊക്കെ വെച്ചാൽ ആവശ്യാനുസരണത്തിന് പേടി കൂടാതെ യൂസ് ചെയ്യാം സോപ്പാകുമ്പോൾ നമുക്ക് എത്രയായാലും കെമിക്കൽസ് ആകുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ എന്തായാലും ഇപ്പോൾ നമുക്കിത് ഒരു ഭയമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബാത്ത് പൗഡറാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ